മുത്തശ്ശി. ഏ ഇതെന്താ ഇപ്പൊ തന്നെ ഇറങ്ങുവാണോ രണ്ടാളും? ഏയ് അല്ല മുത്തശ്ശി, ഞങ്ങളെ ഷോപ്പിംഗ് കഴിഞ്ഞിപ്പോൾ വന്നതേ ഉള്ളൂ. വെളുപ്പിനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങും. ആ നേരത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് യാത്ര പറഞ്ഞേക്കാന്നും കരുതി. നോക്ക്, മുത്തശ്ശിയെ കാണാതെ പോകുന്നതിൽ വിഷമമുണ്ട്. എന്നാലും ആ നേരത്ത് മുത്തശ്ശി എഴുന്നേറ്റ പിന്നെ ഉറങ്ങില്ല. അതെ, ചില നേരത്ത് രണ്ടുപേരും കൂടി ഞങ്ങളെക്കാൾ ചെറുപ്പമാണ് മുത്തശ്ശി എന്ന് പറയും. എന്നാ വേറെ ചില നേരത്ത് വയസ്സത്തിയാണ് എഴുന്നേൽക്കണ്ട കിടന്നുറങ്ങിക്കോന്ന് പറയും. ഇതിലേതാ ഞാൻ വിശ്വസിക്കേണ്ടത്? അതെ, കാര്യം എന്തായാലും കണിമംഗലം ജയഭാരതി വയസ്സാ എന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിച്ചു തരില്ല. പിന്നെ എന്താടാ, നിങ്ങൾ പോകുമ്പോ എന്നേക്കാനി യാത്ര അയക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ എന്നെ കാണാതെ രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങണ്ട. എന്താ പ്രിയങ്കമോളുടെ കാര്യോ? അവളുടെ എന്ത് കാര്യം? അല്ല, ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ഇരിക്കാറുണ്ട്. ഭക്ഷണം വാരി കൊടുക്കണോന്നൊക്കെ പറയാറുമുണ്ട്. ഉള്ളില് പഴയ തോന്നലുകളൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലേ? അവളുടെ ഉള്ളിൽ പഴയ തോന്നലുകൾ കിടക്കുന്നുണ്ടോ ഇല്ലയോ അതവിടെ നിക്കട്ടെ പത്മിനി. നിന്റെ ഉദ്ദേശം എന്താ? അതാ എനിക്കിപ്പോ അറിയേണ്ടത്. അവളുടെ അസുഖമൊക്കെ മാറ്റി അവളെ പഴയ സ്ഥിതിയിലാക്കി ഇവിടെ തന്നെ നിർത്തണമെന്നുള്ള ഉദ്ദേശം പത്മിനിയുടെ ഭാഗത്തു നിന്നുണ്ടോ? അല്ലമ്മേ, അത് മണ്ടത്തരം കാണിക്കല്ലേ. ഇപ്പൊ ഇവിളി ഈ അവസ്ഥയിലാണെങ്കിലും എന്തൊക്കെ ചെയ്തു കൂട്ടിയതിനു ശേഷമാ ഈ അവസ്ഥയിലായതെന്ന് ചിന്തിക്കണം. നീ ഇപ്പൊ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് വരുണിന്റെയും രാധികയുടെയും ജീവൻ ആപത്താ. പ്രിയങ്കയുടെ മനോനില നേരെയാവുകയും കണിമംഗലത്ത് നിന്നും ഇനി അവൾ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്താല് എന്ത് ചെയ്യും നീ? വരുണിനോട് അവളെ സ്വീകരിക്കാൻ പറയാൻ പറ്റൂ? ഈ പെണ്ണിത് എവിടെ പോയി കിടക്ക? ഫോണും എടുക്കാതെ. ദൈവമേ, ഇവളെന്താ ഈ ഫോൺ എടുക്കാത്തത്? എന്റെ ദൈവമേ, ഞാൻ ഇതിനകത്ത് പെട്ടുപോയല്ലോ. കാത്തിരുന്ന് മുഷിഞ്ഞോ? ഞാൻ വിളിച്ചാലോന്ന് കരുതിയത്, പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്നാലും വിളിക്കായിരുന്നു. വേണ്ട, ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ സൂര്യ എന്റെ അടുത്തേക്ക് ഓടി വരുമെന്ന് എനിക്കറിയാം. എടോ, ഗേറ്റ് പൂട്ടണ്ടേ? ആ, അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പൂട്ടാം. സൂര്യ വരും.
സൂര്യ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അത് എടുക്കാൻ വന്നതാ. ഇനി ഇതിന് പുതിയ കഥയൊന്നും ഉണ്ടാക്കണ്ട. ഞാനെന്തിനാ ഏട്ടത്തെ കുറിച്ച് എല്ലാ കഥകൾ പറയുന്നത്? ഉള്ളത് പറഞ്ഞ ഏട്ടത്തെ തെളിവ് ചോദിക്കാൻ ചെയ്യുമല്ലോ. എന്റെ പൊന്ന് രാധികെ, പകല് ആവശ്യം പോലെ തർക്കിച്ചതിനെ ഞാൻ മറുപടി പറഞ്ഞതാ. ഇപ്പോഴെങ്കിലും എന്നൊന്ന് വെറുതെ വിട്ടേക്ക്. ഏട്ടത്തെ എന്തിനാ എന്നെ ഒരു ശല്യമായിട്ട് കാണുന്നേ? ഓ മതി മതി, എനിക്ക് സമയമില്ല. ശബ്ദം കേട്ട ആരെങ്കിലും വന്നാ നീ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. നമ്മളില്ലേ